ഹായ് എവ്രിവൺ. ഇന്ന് നമ്മൾ ഓവർഹെഡ്സ് എന്താണെന്നും ഓവർഹെഡ്സ് വരുന്ന ചില ടേംസിനെ കുറിച്ചൊക്കെയാണ് ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. എന്താണ് ഓവർഹെഡ്? ഓവർഹെഡ് എന്നാൽ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസസിന് ഡയറക്റ്റ് ആയിട്ട് ട്രേസ് ചെയ്യാൻ പറ്റാത്തത് എന്നാൽ ബിസിനസ് പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള ചെലവുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓവർഹെഡ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫാക്ടറി റെന്റ്, സൂപ്പർവൈസർ സാലറി, ഇലക്ട്രിസിറ്റി ബില്ല്, ഓഫീസ് എക്സ്പെൻസ്, ഇതൊക്കെ ഓവർഹെഡിനുള്ള ഒരു എക്സാമ്പിൾ ആണ്. ഇവ പ്രൊഡക്ഷൻ പ്രോസസ്സിനെ സപ്പോർട്ട് ചെയ്യുന്നു, പക്ഷെ ഡയറക്റ്റായി പ്രൊഡക്ഷൻ ആക്ടിവിറ്റി ഇല്ലെങ്കിൽ ഇവയ്ക്ക് യൂട്ടിലിറ്റി ഇല്ല എന്നതാണ് ഈ എക്സ്പെൻസസിന്റെ പ്രത്യേകത. ഓവർഹെഡ്സ് ക്ലാസിഫിക്കേഷൻ. ഓവർഹെഡ്സ് പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ, ബൈ ഫംഗ്ഷൻ. ബൈ ഫംഗ്ഷനിൽ ഏതൊക്കെ ടൈപ്പ് ഓഫ് ഓവർഹെഡ്സ് ആണ് വരിക? മാനുഫാക്ചറിങ് ഓവർഹെഡ്സ്, പ്രൊഡക്ഷൻ ഏരിയയുമായി ബന്ധപ്പെട്ട ചെലവുകൾ. അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്സ്, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന ചെലവുകൾ നമുക്ക് ബൈ ഫംഗ്ഷൻ എന്നുള്ള രീതിയിൽ ഓവർഹെഡിനെ ക്ലാസിഫൈ ചെയ്യാം. നെക്സ്റ്റ് വരുന്ന അതേപോലെ തന്നെ ബൈ ഫംഗ്ഷനിൽ ഒന്നുകൂടി വരും സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്സ്, പ്രൊഡക്ട്സ് മാർക്കറ്റിലേക്ക് എത്തിക്കുന്നതിനുള്ള ചെലവുകൾ. ആ ഓവർഹെഡിനെ നമുക്ക് ഏതിലേക്ക് ക്ലാസിഫൈ ചെയ്യാം? ബൈ ഫംഗ്ഷൻ എന്നുള്ള കാറ്റഗറിയിലേക്ക് ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഇനി ബൈ നേച്ചർ ആയിട്ട് നമുക്ക് എങ്ങനെ ഓവർഹെഡിനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റുക? ഫിക്സഡ് ഓവർഹെഡ്, വേരിയബിൾ ഓവർഹെഡ്, സെമി വേരിയബിൾ ഓവർഹെഡ്. ഫിക്സഡ് ഓവർഹെഡ് പറഞ്ഞാൽ ഔട്ട്പുട്ട് മാറിയാലും മാറ്റമില്ലാത്ത ചെലവുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫിക്സഡ് ഓവർഹെഡ് എന്ന് പറയുന്നത്. ഉദാഹരണം ഫാക്ടറി റെന്റ്. പിന്നെ വേരിയബിൾ ഓവർഹെഡ്, ഔട്ട്പുട്ട് മാറുമ്പോൾ പ്രൊപ്പോർഷണലി മാറുന്ന ചെലവുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വേരിയബിൾ ഓവർഹെഡ് എന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പവർ ചാർജസ് ഫോർ മിഷൻ റൺ ചെയ്യുന്നതിനനുസരിച്ചിട്ടായിരിക്കും എന്ത് വരിക? അതിനുള്ള ചാർജസ് വരുന്നുണ്ടാവുക. നെക്സ്റ്റ് സെമി വേരിയബിൾ ഓവർഹെഡ്, ഭാഗികമായിട്ട് ഫിക്സഡ് ആയിരിക്കും, ഭാഗികമായിട്ട് വേരിയബിളും ആയിരിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ ടെലിഫോൺ ചാർജസിൽ ഒരു ഫിക്സഡ് എക്സ്പെൻസസും ഉണ്ട്, പ്ലസ് നമ്മൾ കോൾ ചെയ്യുന്നതിനനുസരിച്ചിട്ടുള്ള ചാർജസും അതിൽ വരും. ഇനി നമുക്ക് ഓവർഹെഡിനെ ബൈ എലമെന്റ് എന്നുള്ള ബേസിസിൽ ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. ബൈ എലമെന്റ് എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുക? ഇൻഡയറക്റ്റ് മെറ്റീരിയൽസ്, ഇൻഡയറക്റ്റ് എംപ്ലോയി കോസ്റ്റ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്, ഇതെല്ലാം എന്താണ്? ബൈ എലമെന്റ് എന്നുള്ള കാറ്റഗറിയിലാണ് നമ്മൾ ഓവർഹെഡിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് ബൈ കൺട്രോൾ. ബൈ കൺട്രോളിൽ എങ്ങനെ ഓവർഹെഡിനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും? കൺട്രോളബിൾ ഓവർഹെഡ്സും അൺകൺട്രോളബിൾ ഓവർഹെഡ്സും. കൺട്രോളബിൾ ഓവർഹെഡ്സ് എന്ന് പറഞ്ഞാൽ മാനേജർ കൺട്രോൾ ചെയ്യാവുന്ന ചെലവുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കൺട്രോളബിൾ ഓവർഹെഡ്സ് എന്ന് പറയുന്നത്. അൺകൺട്രോളബിൾ ഓവർഹെഡ്സ് എന്ന് പറഞ്ഞാലോ ഷോർട്ട് ടേമിൽ കൺട്രോൾ ചെയ്യാനാവാത്ത ചെലവുകളെയാണ് നമ്മൾ അൺകൺട്രോളബിൾ ഓവർഹെഡ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഡിസ്ട്രിബ്യൂട്ടിംഗ് ഓവർഹെഡ്സിന്റെ സ്റ്റെപ്സ് അല്ലെങ്കിൽ സ്റ്റെപ്സ് ഫോർ ഓവർഹെഡ് ഡിസ്ട്രിബ്യൂഷൻ. ഫസ്റ്റ് വൺ എന്താണ്? എസ്റ്റിമേഷൻ. പഴയ ഡാറ്റ അതേപോലെ ഫ്യൂച്ചർ ചേഞ്ചസിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ കോസ്റ്റ് എത്രയാണെന്നുള്ളത് എസ്റ്റിമേറ്റ് ചെയ്യുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു? അലോക്കേഷൻ. ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് ഡയറക്റ്റ് ആയി അസൈൻ ചെയ്യുന്ന കോസ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അലോക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോർഷൻമെന്റ് പറഞ്ഞാലോ ഒരേ സമയം പല ഡിപ്പാർട്ട്മെന്റുകൾക്കും ഷെയർ ചെയ്യുന്ന ആ ഒരു കോസ്റ്റിനെയാണ് നമ്മൾ അപ്പോർഷൻമെന്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ സപ്പോസ് ഒരു കോസ്റ്റ് ഉണ്ടായത് 2 ഡിപ്പാർട്ട്മെന്റിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ആ കോസ്റ്റ് കൊണ്ട് 2 ഡിപ്പാർട്ട്മെന്റിന് ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ കോസ്റ്റിനെ എത്രയാണോ ബെനിഫിറ്റ് ഉണ്ടായത് ആ പ്രൊപ്പോർഷന്റെ ബേസിസിൽ ആ കോസ്റ്റിനെ നമ്മൾ ആ 2 ഡിപ്പാർട്ട്മെന്റ്സിലേക്കും എന്ത് ചെയ്യും? വീതിച്ച് ഷെയർ ചെയ്തിട്ട് കൊടുക്കും. അതിനെയാണ് എന്ത് പറയുന്നത്? അപ്പോർഷൻമെന്റ് എന്ന് പറയുന്നത്. റീ അപ്പോർഷൻമെന്റ് പറഞ്ഞാൽ എന്താണ്? സർവീസ് ഡിപ്പാർട്ട്മെന്റ്സിന്റെ കോസ്റ്റ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? റീ അപ്പോർഷൻമെന്റ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെയ്യുന്നതാണ് അബ്സോർപ്ഷൻ. അബ്സോർപ്ഷൻ പറഞ്ഞാൽ എന്താണ്? ഔട്ട്പുട്ടിൽ നിന്ന് ഓവർഹെഡ് റിക്കവർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 5 സ്റ്റെപ്പ് പ്രോസസ് ആണുള്ളത്. ആദ്യത്തേത് എസ്റ്റിമേഷൻ, പിന്നെ അലോക്കേഷൻ, പിന്നെ അപ്പോർഷൻമെന്റ്, പിന്നെ റീ അപ്പോർഷൻമെന്റ്, ദെൻ അബ്സോർപ്ഷൻ. നെക്സ്റ്റ് അലോക്കേഷൻ ആൻഡ് അബ്സോർപ്ഷൻമെന്റിന്റെ ഡിഫറൻസ് ആണ് പറയുന്നത്. എന്താണ് അലോക്കേഷൻ പറഞ്ഞാൽ? ഐഡന്റിഫൈഡ് കോസ്റ്റ് ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് മാത്രം അസൈൻ ചെയ്യുന്നത്. ആ ഒരു പർട്ടിക്കുലർ കോസ്റ്റ് ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിന് മാത്രമായിട്ടാണ് വന്നിരിക്കണമെന്നുണ്ടെങ്കിൽ ആ കോസ്റ്റ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യും? ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണോ ആ കോസ്റ്റ് വന്നിരിക്കുന്നത് ആ ഡിപ്പാർട്ട്മെന്റിലേക്ക്
ആയിട്ട് അസൈൻ ചെയ്ത് കൊടുക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയാം, അലോക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോർഷൻമെന്റ് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഷെയർ ദ കോസ്റ്റ് ബെനിഫിറ്റ്, അതായത് ബെനിഫിറ്റിനനുസരിച്ച് കോസ്റ്റ് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കണതിനെയാണ് എന്ത് പറയുക, അപ്പോർഷൻമെന്റ് എന്ന് പറയുന്നത്. മെത്തേഡ് ഓഫ് അബ്സോർബിങ് ഓവർഹെഡ്സ്. എല്ലാ ഓവർഹെഡ്സും നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് അത് പ്രൊഡക്റ്റിലൂടെ ആ ഓവർഹെഡ് നമ്മൾ എന്ത് ചെയ്യണം, അബ്സോർബ് ചെയ്തെടുക്കണം, റിക്കവർ ചെയ്തെടുക്കണം. അത് എങ്ങനെയാണ് റിക്കവർ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ആ അബ്സോർബ് ചെയ്യാനുള്ള മെത്തേഡ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഈ ഒരു സ്ലൈഡിൽ പറയുന്നത്. ആദ്യത്തേത് പെർസെൻറ്റേജ് ഓഫ് ഡയറക്റ്റ് മെറ്റീരിയൽ. ഡയറക്റ്റ് മെറ്റീരിയൽസിന്റെ പെർസെൻറ്റേജിന്റെ ബേസിസിൽ നമുക്ക് ആ ഓവർഹെഡ് എന്ത് ചെയ്യാൻ പറ്റും, അബ്സോർബ് ചെയ്യാൻ പറ്റും. ഇത് എപ്പോഴാണ് സ്യൂട്ടബിൾ ആയിരിക്കുക, മെറ്റീരിയൽ കോസ്റ്റ് ആണ് കൂടുതൽ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെർസെൻറ്റേജ് ഓഫ് ഡയറക്റ്റ് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് കോസ്റ്റ് അബ്സോർബ് ചെയ്യാനായിട്ട് പറ്റും. ഇനി പ്രൈം കോസ്റ്റ് പെർസെൻറ്റേജ്. ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബറും കമ്പൈൻ ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ ഡയറക്റ്റ് ലേബർ പ്ലസ് ഡയറക്റ്റ് മെറ്റീരിയൽ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക, പ്രൈം കോസ്റ്റ് കിട്ടുക. അപ്പൊ ഈ പറഞ്ഞ പോലെ ഈ ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബറും ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കോസ്റ്റ് അബ്സോർബ് ചെയ്യാനായിട്ട് ഏത് മെത്തേഡ് യൂസ് ചെയ്യാം, പ്രൈം കോസ്റ്റ് പെർസെൻറ്റേജ് മെത്തേഡ് യൂസ് ചെയ്യാം. നെക്സ്റ്റ്, ഡയറക്റ്റ് ലേബർ കോസ്റ്റ് പെർസെൻറ്റേജ്. ഇറ്റ് ഈസ് ഐഡിയൽ ഫോർ ലേബർ ഇന്റൻസീവ് ഓപ്പറേഷൻസ്. അതായത് കൂടുതലും ലേബർ അവേഴ്സ് വരുന്ന ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ലേബർ കോസ്റ്റ് പെർസെൻറ്റേജ് വെച്ചിട്ട് നമുക്ക് കോസ്റ്റ് അബ്സോർബ് ചെയ്യാനായിട്ട് പറ്റും. മിഷൻ അവർ റേറ്റ് ആണെന്നുണ്ടെങ്കിലോ, നമ്മൾ മുന്നേ പറഞ്ഞു ലേബർ അവർ ആണ് മുന്നിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ലേബർ അവർ റേറ്റിന്റെ ബേസിസിൽ നമുക്ക് കോസ്റ്റ് അബ്സോർബ് ചെയ്യാം. ഈ പറഞ്ഞ പോലെ മിഷൻസ് ആണ് കൂടുതലായിട്ട് ഇന്റൻസീവ് ആയിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മിഷൻ അവർ ബേസിസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോസ്റ്റ് അബ്സോർബ് ചെയ്യാനുള്ള മെത്തേഡ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നെക്സ്റ്റ് പറയുന്നത് റേറ്റ് പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട്. അല്ലാന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് പ്രൊഡക്ട്സിന് എത്ര ഔട്ട്പുട്ട്സ് പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ആ ഓവർഹെഡിനെ എല്ലാ പ്രൊഡക്ട്സിലേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ്, അണ്ടർ അബ്സോർപ്ഷനും ഓവർ അബ്സോർപ്ഷനും. എന്താണ് അണ്ടർ അബ്സോർപ്ഷൻ പറഞ്ഞാൽ, ആക്ച്വൽ ഓവർ ഹെഡ്സ് വന്നിട്ട് നമ്മൾ അബ്സോർബ് ചെയ്ത ഓവർ ഹെഡിനെക്കാട്ടിലും കൂടുതലാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ അണ്ടർ അബ്സോർപ്ഷൻ വന്നു. സപ്പോസ് നമ്മൾ എല്ലാ പ്രൊഡക്ട്സിനും 10 rupees ആണ് അബ്സോർബ് ചെയ്യുക എന്നുള്ള രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്തത്. പക്ഷെ ആക്ച്വൽ ഓവർ ഹെഡ് വന്നപ്പോൾ അത് 20 rupees ആണ് ആക്ച്വൽ ഓരോ പ്രൊഡക്റ്റിനും ഓവർ ഹെഡ് ചാർജ് ചെയ്യേണ്ടത് എന്നുള്ളത് ആക്ച്വൽ ഓവർ ഹെഡ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എന്തായി, അവിടെ അണ്ടർ അബ്സോർപ്ഷൻ വന്നു. ഓവർ അബ്സോർപ്ഷൻ പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ്. ആക്ച്വലി നമുക്ക് 10 rupees ആണ് കോസ്റ്റ് വരുന്നത്, പക്ഷെ എല്ലാ പ്രൊഡക്റ്റിനും നമ്മൾ 15 rupees വെച്ചിട്ടാണ് ചാർജ് ചെയ്തിരിക്കുന്നത്, അബ്സോർബ് ചെയ്തിരിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഓവർ അബ്സോർപ്ഷൻ വന്നു. കോസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുക. ഇങ്ങനെ അണ്ടർ അബ്സോർപ്ഷനോ ഓവർ അബ്സോർപ്ഷനോ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കോസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ് ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നമ്മൾ ചെയ്യാറ്.